പ്രിയ കൂട്ടുകാരെ, ഏതസ് കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം. നമുക്കിന്നൊരു മീൻകറി വെക്കാം. മീൻകറി എന്ന് പറയുമ്പോൾ തെരണ്ടി ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തെരണ്ടി. ഞാൻ പക്ഷേ അത് കാണിച്ചില്ല, വെട്ടി അങ്ങ് വൃത്തിയാക്കി എടുത്ത മീനാണിത്. നമുക്കതൊരു തേങ്ങ വറുത്തരച്ച് കറി വെക്കാം. അത് രണ്ട് സൈസിലാണ് വെക്കുന്നത്. ഒന്ന് ഇറച്ചിക്കറി പോലെ വെക്കാം. ഞങ്ങളുടെ ഇവിടെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം അത് പിന്നെ തേങ്ങ വറുത്തരച്ച് നമുക്ക് തോട്ടുപുളി ഇട്ട് കറി വെക്കാം. പിന്നെ സ്റ്റൗ കത്തിച്ച് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, കാരണം തേങ്ങ വറുത്തരച്ചല്ലേ വെക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. എണ്ണ ചൂടായി. ഞാൻ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയാണ് അത് ഇതിനകത്തൊട്ടിടുന്നുണ്ട്. പിന്നെ ഇഞ്ചി അതുപോലെ ഇതിനകത്തൊട്ടിടുവാണ്. പിന്നെ കറിവേപ്പില അത് ഇതിനകത്തൊട്ടിടുവാണ്. വഴറ്റാം. ശകലം മഞ്ഞൾപ്പൊടി ഇടുവാണ്. അതിന് കഴുകി വെച്ച് തോട്ടുപുളി കൂടെ ഇതിനകത്തോട്ടിട്ട് വഴറ്റുവാണ്. ഞാൻ നേരത്തെ ഈ തോട്ടുപുളി ഞാൻ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ ഇട്ട് വഴറ്റിയാണ് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത് കമൻ്റായിട്ടൊന്നും എടുക്കേണ്ടത്. നമ്മുടെ മീൻകറി നല്ലതാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അതിനകത്ത് ദോഷമായിട്ടൊന്നുമില്ല. പിന്നെ ഇനി എല്ലാം മൂത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഇടാൻ പോവാണ്. തേങ്ങ വറുത്തരച്ച് വെക്കുന്നതുകൊണ്ടാണ് ശകലം മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ല. തീ കുറച്ച് വെച്ച് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് അത് കറുത്ത് പോകത്തില്ല. ചിലർ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കും, അതിനെക്കാട്ടി നല്ലതാണ് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ മുളക് പൊടി ഇതിനകത്തോട്ടിട്ടാൽ മതി. അപ്പം നല്ല കളറായിട്ട് നമുക്ക് കിട്ടും, കറുത്തൊന്നും പോകത്തില്ല. മൂന്ന് സ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി മൂത്തിട്ടുണ്ട്, കറുത്തിട്ടൊന്നുമില്ല. നമ്മുടെ അതേ മുളക് പൊടിയുടെ കളർ തന്നെയാണ്. ഇന്ന് ഞാൻ വെള്ളം ഒഴിക്കുവാണ്. ഉലുവപ്പൊടി ഇടുവാണ്. ശകല ഉലുവപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ. പിന്നെ ഞാൻ മീൻ കായപ്പൊടി ഇടുമെന്ന് പറഞ്ഞല്ലേ, ഞങ്ങൾ ഈ ഭാഗത്തെല്ലാവരും മീൻ കായപ്പൊടി ഇടും. അത് നല്ല ടേസ്റ്റാണ്, വ്യത്യാസമൊന്നുമില്ല. കായപ്പൊടി ഇടുവാണ്. ലേശം കുരുമുളക് പൊടി കൂടെ. ഇതൊരു വെറൈറ്റി മീനല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് കുരുമുളക് പൊടി. ഉപ്പോടെ ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മുടെ മുളകെല്ലാം തിളച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങ മാത്രം വറുത്തരച്ചതാണ്. ഞാൻ ഒത്തിരി മൂപ്പിക്കാതെ ഒരിളം പരുവുണ്ടല്ലോ, ആ പരുവത്തിനുണ്ടായി ഒത്തിരി മൂപ്പിച്ചു. ഒരു തീയലിൻ്റെ ടേസ്റ്റ് വരുമെല്ലാം ഉണ്ട്. ഞാൻ ഒത്തിരി മൂപ്പിക്കാതെ ഞാനത് വെള്ളം ചേർക്കാതെ അരച്ചതാണിത്. അത് ഇതിനകത്തൊട്ടിടുവാണ്. ഇതെല്ലാം കൂടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് മീൻ പെറുക്കി ഇടാം. ഇത് ഞങ്ങളുടെ രീതിയിലാണ് കറി വെക്കുന്നത്. നമ്മുടെ അരപ്പെല്ലാം തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് തെരണ്ടി പീസ് എടുത്തിടുവാണ്. ഇത് നമുക്ക് തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയൊക്കെ ഇട്ട് ഇറച്ചി വേവിക്കത്തില്ലേ, അതുപോലെ വേവിക്കാം. ഞങ്ങളിവിടെ ഇങ്ങനെ സാധാരണ മേടിക്കാറില്ല. ഇവിടെ അപ്പനും മോനും വലിയ ഇഷ്ടമാണ്. ഇത് ഇറച്ചി വേവിക്കുന്ന പോലെ നല്ലതാണ്, കൊച്ചുള്ളിയൊക്കെ ഇട്ട് സൂപ്പറായിട്ട്. ഇതും നല്ലൊരു കറിയാണ്. ഞാൻ പിന്നെ തോട്ടുപുളി ഇട്ടങ്ങ് കറി വെക്കാമല്ലോ എന്ന്. അപ്പം പലയിടത്ത് പല രീതിയാണ്. ഞാൻ എൻ്റെ വീട്ടിലെ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെയൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നേ, നല്ല പീസ് കിട്ടുമ്പോൾ. പക്ഷേ മറ്റേ മസാല ഇട്ട് വെക്കുന്നതിനെക്കാട്ടി നല്ലൊരു കറിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ വെച്ചത്. വെന്ത് വരട്ടെ, നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ തെരണ്ടിക്കറി റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനിയും തണുക്കുമ്പോൾ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നുകൂടെ പറ്റിക്കോളും. കൊണ്ടുവന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. സൂപ്പർ കറിയാണ്.
എല്ലാവരും വീട്ടിൽ ഇതുപോലെ ചെയ്യുക. കാരണം പല സ്ഥലത്ത് പല രീതിയിലാണ് കറികൾ വെക്കുന്നത്. അപ്പം ഞാൻ വെക്കുന്ന കറികളാണ് അപ്പുറത്തെ വീട്ടിൽ അവർ വെക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ ചിന്തിക്കുക. ചേരുവകൾ ചിലപ്പോൾ എണ്ണയ്ക്ക് മാറ്റം വന്നിരിക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഉപേക്ഷ വിചാരിക്കരുത്.